അപ്പം നമ്മളിതാ ഇന്ന് പായസം വെച്ച് തുടങ്ങാൻ പോവാണ്. ഓണമൊക്കെ ആകാറായില്ലേ, അപ്പം പായസമാണ് ഓണത്തിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പായസം വെച്ച് കുടിക്കാനായിട്ട് പോവുകയാണ്. സദ്യ കഴിക്കുമ്പോഴാണ് പായസം ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതെങ്കിലും നമ്മൾക്കിന്ന് അങ്ങനെ ഓണം ആകാറായപ്പോൾ പായസം കുടിക്കാൻ ഭയങ്കര ഒരു കൊതി. ശ്രീജാക്കാണ് കൊതി തുടങ്ങിയത്. അപ്പോൾ ശ്രീജ പറഞ്ഞ് ഞങ്ങളെയും കൂടെ കൊതിപ്പിച്ചപ്പോഴേക്കും ഞങ്ങളുടെ പായസം മിക്സും പാലും പിന്നെ പപ്പടവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പഴം അകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളിത് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പം നമ്മൾ പാലട പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലട പായസം മിക്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടം, പഴം, പിന്നെ നമ്മുടെ പാല്. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ പായസം എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് കാണേണ്ടവർ വായോ. അപ്പം നമ്മൾ പാലൊഴിക്കുകയാണ് ഗൈസ്. പായസം ഉണ്ടാക്കാനായിട്ട് ഉരുളി വെച്ച് പാലൊഴിച്ച് ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ, എങ്കിലേ നമുക്കത് തികയത്തുള്ളേ. ഇങ്ങനെ നമുക്ക് പാല് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം പുറത്ത് നല്ല മഴയുമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പായസം മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പാലടയാണ് വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമുക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ് സേമിയനേക്കാളുവേ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് വാങ്ങിക്കുമ്പോഴേക്കും പിന്നെ പാലടയോ പായസമോ ഒക്കെ നമുക്ക് വാങ്ങിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം പാലട ആയതുകൊണ്ട് ഞങ്ങൾ പാലട വാങ്ങിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ എന്തായാലും നമ്മുടെ മിക്സ് ഇവിടെ കണ്ടോ, എല്ലാം അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാര വരെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് 60 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഹാ നല്ല ഭംഗിയുണ്ട് വീഴുന്ന കാണാന്. ഏലക്കാണ് നല്ലൊരു ഓക്കെ. അതിട്ടപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടാ. ഇതിന് പാലടേനെ ഇതിനകത്ത് മുങ്ങി തപ്പണോന്ന് അറിയത്തില്ല, അത് നന്നായിട്ട് വേഗണം. അപ്പോൾ എന്തായാലും നമുക്കത് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പുറത്ത് നല്ല മഴയുണ്ടേ. അപ്പം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഈ മഴയെ തിരിഞ്ഞ് ഞങ്ങൾ പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. പപ്പടം, പഴം വിത്ത് പായസം. അപ്പം ഞങ്ങളിത് പായസം കുടിക്കാൻ വേണ്ടി പോവാണ്. പറഞ്ഞേ, പായസം ഇഷ്ടമാണോ കാത്തൂന്? പപ്പടം മാത്രം, കാത്തൂന് പപ്പടം മാത്രം മതിയോ? അവർക്ക് പപ്പടവും പഴവും പായസവും വേണം. അപ്പം ഞങ്ങളിത് ആ പപ്പടവും പഴവും പായസവും കൂടെ ഈ മഴയത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് അടയൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പായസത്തിൽ അടയെ മുങ്ങി തപ്പണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പം നമ്മൾ കൂടെ ചേർക്കണം. നമ്മൾ ചേർക്കുന്നില്ല, പായസത്തിലുള്ള നെയ്യ് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പം എന്തായാലും നമുക്ക് വേറെ ഒന്നുമില്ല. നമുക്കിനി പായസം വിളമ്പണം, കുടിക്കണം, പപ്പടം വറുക്കണം. ഇനി അടുത്തടുത്തേക്ക് അതാണ്. അങ്ങനെ എനിക്ക് വിശക്കുന്നു. ഓഫാക്കാം. അപ്പോൾ നമ്മുടെ പപ്പടമൊക്കെ ഇവിടെ വറുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ പഴമൊക്കെ ഇവിടെ നിരന്നിരിപ്പുണ്ട്. ഇനി നമുക്ക് പായസം കൂടെ എടുത്ത് നമുക്കൊന്ന് കഴിച്ചാൽ മതി. ഇപ്പം നമ്മളിതാ പായസം നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. നമ്മുടെ ഓണം എത്താത്തതുകൊണ്ട് നമ്മൾ പായസം നമ്മുടെ പാത്രത്തിലാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. ഓണം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇലയിൽ കഴിക്കാം. അപ്പം നമ്മുടെ പപ്പടവും പഴവും പായസവും ഇവിടെ സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഇത് കഴിച്ചാൽ മതി. അപ്പം ഇത് കഴിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫൈനലി നമ്മുടെ പപ്പടവും പഴവും നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. പപ്പടവും പഴവും പായസം എന്ന് പറഞ്ഞിട്ട് പപ്പടവും പഴവും പാലും കൂടെ കഴിക്കുന്ന അവസ്ഥയാണ് ഗൈസ്. അട തീരെ ഇല്ല, വായിന്ന് വെള്ളമൊക്കെ വരും. സത്യം. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ, ഇവര് പറയുന്ന അളവിൽ നമ്മൾ പായസത്തിന് വെള്ളം പാലും കൂടെ ചേർക്കരുത്. ഈ അട വെച്ചിട്ട് അരക്കവറ് പാലിൽ മാത്രം വേവിക്കുകയാണെങ്കിൽ നമുക്ക് പായസമായിട്ട് കുടിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ തപ്പിയെടുത്ത് കഴിക്കേണ്ടി വരും. അവര് 1.5 ലിറ്റർ പറഞ്ഞത്, നമ്മൾ 1 ലിറ്റർ ചേർത്തു. നല്ല ചൂട് പായസം അടയൊക്കെ എൻ്റെ കയ്യിൽ. ശരി, ഇനി മോക്ക് കൊടുക്കടി. ഇയാള് കൊതി വിട്ടു പിണങ്ങി കിടക്കുക പോയി.
മതി, ഇനി വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ എനിക്ക് വരും. കൊതിച്ചതും ആഗ്രഹിച്ചതും ഞാൻ, കഴിക്കുന്നത് ശ്രുതി.